വാശിയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. വർഷങ്ങളോളം കഷ്ടപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്. വാശിയാണോ എന്ന് ചോദിച്ചാൽ സത്യസന്ധമായിട്ട് പറഞ്ഞ വാശി തന്നെയാണ്. അച്ഛൻ്റെ പാഷൻ എന്ന് പറയുന്നത് അച്ഛൻ എപ്പോഴും കലയായിരുന്നു. അത് കോളേജിലായാലും സ്കൂളിലായാലും 37 വയസ്സ് വരെ അച്ഛൻ കലയ്ക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ട് 37ാമത്തെ വയസ്സിലാണ് പാലക്കാട്ട് നിന്നും എൻ്റെ അമ്മ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത്. അതോടുകൂടി അച്ഛൻ പൂർണ്ണമായി കല ഉപേക്ഷിച്ചു. ഒരുപക്ഷെ കല മൂലം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നശിച്ചു പോയി എന്നൊരു തോന്നൽ എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവാം. ഞാൻ കഥ തിരക്കഥ എഴുതി നായികയായിട്ട് അഭിനയിച്ച സിനിമ എൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ച് കൊണ്ടുപോയി കണ്ട് അച്ഛൻ അവിടെ നിന്ന് എൻ്റെ കഴിവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അതാണ് ശരിക്കും നാഷണൽ അവാർഡ്. മയില് പാട്ട് എഴുതിയ സമയത്ത് മകനുണ്ട്, ഭർത്താവുണ്ട്, അച്ഛനുണ്ട്, ഇവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? നല്ല സെൻസിൽ തന്നെ എടുത്തത് ഷൈൻ ചേട്ടനും മോനുമാണ്. അതാണ് എനിക്ക് ഏറ്റവും ആദ്യം കിട്ടിയ സപ്പോർട്ട്. നമസ്കാരം. പിന്നിട്ട വഴികളിൽ ഇന്ന് എന്നോടൊപ്പം അതിഥിയായി ചേരുന്നത് പ്രിയ ഷൈനാണ്. പ്രിയ ഷൈൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. എഴുത്തുകാരി, ചലച്ചിത്രകാരി, കഥാകാരി, അങ്ങനെ നിരവധി വിശേഷണങ്ങൾക്ക് അർഹയായ ഒരാളാണ് ഇന്ന് അതിഥിയായി ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. പ്രിയ ഷൈൻ കലാകാരിയാണ്, എഴുത്തുകാരിയാണ്, അങ്ങനെ നിരവധി വിശേഷണങ്ങൾ, ചലച്ചിത്രകാരിയാണ്, അങ്ങനെ എന്താ പറയുക, നിരവധി വിശേഷണങ്ങൾക്ക് അർഹയായ ഒരാളാണ് എൻ്റെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നത്. പക്ഷേ ഈ കലാജീവിതത്തിലേക്ക് ഒരു വാശി ഉണ്ടായിരുന്നു, കലാജീവിതത്തിലേക്കുള്ള എൻട്രി. ആ വാശി തിരസ്കരിച്ചവരുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാശിയായിരുന്നു. അതായത് വാശിയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. വാശി എന്ന് പറഞ്ഞ ഒരു പ്രതികാരം, അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക, നാഗത്തെ പോലെയാണ് സ്ത്രീ എന്ന് പറയുന്നത് പോലെ എന്നെ പരിഹസിച്ചവർക്ക് മുമ്പിൽ, പുച്ഛിച്ചവർക്ക് മുമ്പിൽ തലയുയർത്തി പിടിച്ചുകൊണ്ട് വർഷങ്ങളോളം കഷ്ടപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അതിന് ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടുണ്ട്, അഹോരാത്രമുള്ള കഷ്ടപ്പാടുണ്ട്. അങ്ങനെ തന്നെയാണ്. വാശിയാണോ എന്ന് ചോദിച്ചാൽ സത്യസന്ധമായിട്ട് പറഞ്ഞ വാശി തന്നെയാണ്. അച്ഛനോട് ഒരു സമൂഹം കാട്ടിയ, ബന്ധുക്കൾ കാട്ടിയ ഒരു അലംഭാവത്തിന് അല്ലെങ്കിൽ ഒരു ഭ്രഷ്ട് കൽപ്പിക്കലിനൊക്കെ ഒരു പകരം വീട്ടിൽ പിന്നീട് എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ട്? അതായത് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛന് നല്ലൊരു ആക്ടറായിരുന്നു. അച്ഛന് സിനിമ ആയിരുന്നു അച്ഛൻ്റെ പാഷൻ. അത് അപ്പോൾ ഡോക്ടറുടെ മോനാണ് അച്ഛന്. പണ്ടത്തെ സിവിൽ എന്താ പറയുക, മിലിറ്ററി സിവിൽ സർജനായിരുന്നു, MBBS ഡോക്ടറായിരുന്നു അച്ഛൻ്റെ അച്ഛൻ. അപ്പോൾ ആ ഡോക്ടറായിട്ടുള്ള ഒരു അച്ഛന് മകൻ എപ്പോഴും ഡോക്ടർ ആകണമെന്നായിരിക്കും. അങ്ങനെ അച്ഛന് പ്രതീക്ഷകളോടെ BSc മാറിവാനീസ് കോളേജിൽ BSc കൊണ്ടുപോയി ചേർക്കുന്ന അച്ഛൻ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ചേർത്തു, പാലായിന്ന്. അപ്പം മകനെ ഇങ്ങനെ എന്താ പറയുക, ഒരു ഡോക്ടറായി കണ്ടാണ് അവർ വളർത്തിയതും. 2 പെണ്ണും 1 ആണുമാണ്. അച്ഛന് 2 സഹോദരങ്ങളാണ് ഉള്ളത്. അപ്പോൾ എന്താ പറയുക, അച്ഛൻ്റെ പാഷൻ എന്ന് പറയുന്നത് അച്ഛൻ എപ്പോഴും കലയായിരുന്നു. അത് കോളേജിലായാലും സ്കൂളിലായാലും. അച്ഛൻ അവിടെ നിന്ന് മദ്രാസിന് വണ്ടി കയറി അവിടെ പോയി നാളുകളോളം താമസിച്ച് തിക്കുറിശി മാഷിൻ്റെ കൂടെയും പിന്നെ ജയവിജയയുടെ കൂടെയൊക്കെ അങ്ങനെ അവർ കുറേ കാലം അങ്ങനെ ജീവിച്ചു. അപ്പം മുടിയനായ പുത്രൻ എന്നൊരു ഇത് ചാർത്തി കൊടുത്തു സമൂഹം അല്ല, ബന്ധുക്കൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറ്റുള്ളൂ. അപ്പൊ എന്താ പറയാ, അച്ഛൻ അന്നേരം ഒന്നും ആകാൻ പറ്റിയില്ല. അപ്പൊ അച്ഛൻ്റെ അടുത്ത് വിഷമിച്ചിട്ട് പറഞ്ഞു, ആകെ കിട്ടിയത് കടമറ്റത്ത് അച്ഛൻ എന്നുള്ള സിനിമയിൽ ഒരു ചെറിയ നമ്പൂതിരിയുടെ വേഷമാണ്. അതിന് 2 ദിവസം മേക്കപ്പ് ഇട്ട് ഇരുന്നിട്ടും അത് അങ്ങോട്ട് എന്താ പറയാ ഇല്ല ആ റോളെന്ന് പറഞ്ഞപ്പോൾ അച്ഛന് ഭയങ്കര വിഷമമായി. അങ്ങനെ അച്ഛൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് പിന്നെ അത് തിക്കുറിശി ചേട്ടനാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്ക് എന്ന് പറഞ്ഞ് ആ അച്ഛൻ ആ ഒരു ചെറിയ വേഷം. അപ്പോൾ എൻ്റെ ഒരു കട്ടൗട്ട് പാലായി വരുന്നത് കാണാനായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ആ വിവാഹ ജീവിതത്തോടെ ലേറ്റ് മാരേജ് ആണ്. 37 വയസ്സ് വരെ അച്ഛൻ കലയ്ക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ട് 37ാമത്തെ വയസ്സിലാണ് പാലക്കാട്ട് നിന്നും എൻ്റെ അമ്മ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത്. അതോടുകൂടി അച്ഛൻ പൂർണ്ണമായി കല ഉപേക്ഷിച്ചു. ഗുരുദേവൻ്റെ ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ നിമിഷം വരെ ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും ഒക്കെ എഴുതി ഇങ്ങനെ അങ്ങൊരു എന്താ പറയുക നിശബ്ദമായിട്ട് ജീവിച്ചു പോകുന്നത് ആ ഒരു അച്ഛൻ്റെ ആ ഒരു കലയോടുള്ള അഭിനിവേശം എൻ്റെ ഉള്ളിലൊരു ഇതായിട്ട് കിടപ്പുണ്ടായിരുന്നു, ചെറിയ തീപ്പൊരിയായിട്ട് വീണു. അപ്പോൾ പക്ഷേ ഇതൊക്കെ ആയാലും അച്ഛൻ എന്നെ 10ാം ക്ലാസ് വരെ ഒരു കലയിലും
പിന്നെ ഒരു കലയും ചെയ്യാൻ പാടില്ല എന്ന കർശനമായ വിലക്കുണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ പക്ഷേ കല മൂലം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നശിച്ചു പോയി എന്നൊരു തോന്നൽ എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവാം. ഉണ്ടാവാം. പക്ഷേ എനിക്ക് എഴുതാനും അന്ന് ഞാൻ എഴുതും. 7ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ യോഗനാഥം കേരള കൗസ്തുഭം മാസിക സ്ഥിരമായിട്ട് കവിതകൾ അച്ഛൻ്റെ ഒരു പേജ് വരുമ്പോൾ എൻ്റെ ഒരു പേജിൽ വരും. അപ്പോഴൊക്കെ അച്ഛൻ എന്നെ ശരിക്കും വഴക്ക് പറയും, ഇതെന്തിനാണ് അയച്ചു കൊടുത്തത്, ഇങ്ങനെ കവിതയൊന്നും എഴുതണ്ട എന്ന് പറയും. പക്ഷെ അച്ഛനോടും ഉണ്ടായിരുന്നു ഒരു ചെറിയ പക. അച്ഛനോടും പകയുണ്ട്. പക എന്ന് പറഞ്ഞാൽ അച്ഛൻ എൻ്റെ കലകളെ പ്രോത്സാഹിപ്പിക്കാത്തത് കൊണ്ടുള്ള അച്ഛനോടുള്ള ആ ഒരു, അച്ഛനോ ഒന്നും ആകാൻ പറ്റിയില്ല, പക്ഷെ മോക്ക് ഞാനൊരു കലാകാരിയാണ്. എൻ്റെ മോനെ അങ്ങേയറ്റം കലാകാരനാക്കാനായിട്ട് ഞാൻ അവനെ പഠിപ്പിക്കാവുന്ന സകല കലകളും പഠിപ്പിച്ചു. അങ്ങനെ ആയിരിക്കണം ഒരു മാതാപിതാക്കൾ. എനിക്ക് പറ്റാത്തത് എൻ്റെ മകനിലോ മകളിലോ അല്ലേ, അങ്ങനെയല്ലേ. ഇപ്പൊ മാഷിന് ഒരു കല ഉള്ളിലുണ്ടായിരുന്നു, മാഷിന് അതിന് പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ മക്കളെ അതിലേക്ക് എത്തിക്കും, അതിൽ പ്രാപ്തരാക്കി. പക്ഷേ എൻ്റെ സിനിമ, ഞാൻ തിരക്കഥ എഴുതി നായികയായിട്ട് അഭിനയിച്ച സിനിമ എൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ചു കൊണ്ടുപോയി കണ്ട് അച്ഛനെ കാണിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ മോനാ സംവിധാനം ചെയ്ത് കാണിച്ചിട്ട് അച്ഛനെ അവിടെ നിന്ന് എൻ്റെ കഴിവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അതാണ് ശരിക്കും നാഷണൽ അവാർഡ്. അച്ഛൻ്റെ വായിൽ നിന്ന് മകൾ ഇത്രയും കലയുള്ളൊരു ആണെന്ന് അറിഞ്ഞില്ലെന്ന്. പക്ഷെ അപ്പോഴത്തേക്കും വർഷങ്ങൾ കഴിഞ്ഞു പോയില്ലേ, എനിക്കിനി ഇത്രയല്ലേ പറ്റുള്ളൂ. അന്നായിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയേനെ. അങ്ങനെ കലയെ വാശിയുടെ ഭാഗമായി കൊണ്ടു നടക്കുന്നു, വാശിയിൽ നിന്ന് കലയെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു, കലാകാരിയായി തന്നെ ജീവിക്കുന്നു. പക്ഷെ ഇതിനിടയ്ക്ക് വിവാദങ്ങളും പിന്തുടരുന്നുണ്ട്. അയ്യോ, വിവാദങ്ങൾ. ഒരു പാട്ട് എഴുതിയതിന്റെ പേരിൽ ഒരു വിവാദം, ആ പാട്ട് എഴുതുകയും പാടുകയും ചെയ്തു. അപ്പോൾ അതിനെ തുടർന്നുണ്ടായ വലിയൊരു വിവാദം. അതിൽ നമ്മൾ കുറച്ചുകൂടെ പറഞ്ഞാൽ സഭ്യതയുടെ അതിർവരമ്പുകളൊക്കെ ഭേദിക്കുന്ന എന്ന് നമുക്ക് കപട സദാചാരവാദികൾക്ക് പറയാം. മയിര് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു മയിര് പാട്ട് എഴുതി. അതിനെ തുടർന്ന് വിവാദങ്ങൾ ഒരുപാട് തേടിയെത്തുകയും ചെയ്തു. പക്ഷെ ജനം അറിയുന്നത് അങ്ങനെ ആയിരിക്കാം. മാർക്ക് ചെയ്തു ഒരുപാട് എന്താ പറയാ, അവാർഡുകളൊക്കെയാണല്ലോ ഒരുപാട്. പിന്നെ ഭയങ്കരമായിട്ട് നല്ല തീവ്രമായ സബ്ജക്റ്റുകളൊക്കെ എടുത്തിട്ട് അവാർഡുകൾ കിട്ടിയെങ്കിലും എന്നെ തിരിച്ചറിയുന്നത് ഈ മൈരെന്നുള്ള 86 അവാർഡ്. ആ അവാർഡുകൾ കിട്ടി ഒരുപാട് സബ്ജക്റ്റുകൾ ഞാൻ ചെയ്ത് റിലീസാക്കിയെങ്കിൽ ഈ മൈര എന്ന പാട്ട് എഴുതിയതോടു കൂടിയാണ് ജനങ്ങൾ എന്നെ അറിയാൻ തുടങ്ങിയതെന്നുള്ളതാണ്. അപ്പം എപ്പോഴും ആൾക്കാർക്ക് വേണ്ടത് ഒരു നെഗറ്റീവാണ്. പക്ഷെ ഞാൻ എഴുതിയത് നെഗറ്റീവ് അല്ല, ഞാൻ എഴുതിയത് സത്യസന്ധമായ ഒരു കാര്യം സമൂഹത്തോട് പറയുക ചെയ്തത്. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, മൈരേന്ന് വിളിക്കല്ലേ ചേട്ട എന്നാ പറയുന്നത്, എൻ്റെ കരണത്തിനടിക്കല്ലേ ചേട്ട. അത് ഹസ്ബൻഡിനോട് പറയുന്നതായിട്ടല്ല, എഴുതുമ്പോൾ അതിനൊരു ഇതുണ്ടല്ലോ, ഒരു ഇതായിട്ട് എഴുതണമല്ലോ, സമൂഹത്തോട് പറയുന്നതാണ്. അതായത് ഉൾപ്രദേശങ്ങളിലും ഞങ്ങളുടെയൊക്കെ ഏരിയയിലും പിന്നെ അതുപോലെ ഒരുപാട് പ്രദേശങ്ങളിൽ വിളിക്കുന്നുണ്ട്. ആ വിളിയുണ്ട്. അത് പക്ഷേ ചിലവർക്കത് തമാശ ആകാം, പക്ഷെ പറയുന്നവർക്ക് തമാശയാണ്, കേൾക്കുന്നവർക്ക് അത് ഒരിക്കലും തമാശയല്ല. കരഞ്ഞുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടി എഴുതിയ ബോധവൽക്കരണ ഗാനമാണത്. പക്ഷെ അത് അടച്ചാക്ഷേപിക്കലായി പോയില്ലേ? എല്ലാ പുരുഷന്മാരും മയിര് എന്ന് പറയുന്ന വാക്ക് ഭാര്യയെ വിളിക്കുന്നുണ്ട് എന്നുള്ള തലത്തിലേക്ക് അങ്ങനെ ചിന്തിച്ചിട്ടല്ല. പക്ഷേ ഞാൻ എഴുതിയത് ഒരു പ്രാസ ഒപ്പിച്ച് എഴുതിയെന്നുള്ളതേ ഉള്ളൂ. സമൂഹത്തിന് വേണ്ടിയിട്ടാണ് അത് എഴുതിയത്. ഒരിക്കലും പുരുഷന്മാരെ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഞാനൊരു ഫെമിനിസ്റ്റ് അല്ല. എനിക്കൊരിക്കലും സ്ത്രീപക്ഷ ആ ഒരു ഭാഗത്തല്ല ഞാൻ എപ്പോഴും മാന്യമായിട്ടുള്ള പുരുഷന്മാരെ തന്നെയാണ് എനിക്കെപ്പോഴും ബഹുമാനവും ഇതുമൊക്കെ. സ്ത്രീകളാണ് സ്ത്രീകളുടെ ശത്രു, അതും ഞാൻ പറയാം. അപ്പം ഞാൻ പുരുഷന്മാരെ അങ്ങനെ മോശക്കാരാക്കാൻ വേണ്ടിയിട്ട് എഴുതിയതല്ല. എഴുതുമ്പോൾ നമുക്കൊരു ഇത് വേണമല്ലോ, ഒരു ശൈലി, അതുകൊണ്ട് എഴുതിയതാണ്. സമൂഹത്തോട് തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. 1-ാം ഭാഗം എഴുതിയപ്പോൾ തന്നെ ഭയങ്കരമായ വിമർശനങ്ങളുണ്ടായി. എന്നെ കൊല്ലുമെന്ന് വരെ ഒരാൾ വിളിച്ചു പറഞ്ഞു. ടൈറ്റിൽ മാറ്റണം. ആ പദത്തെക്കുറിച്ചൊരു ഒരു കാര്യം എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ അതിൻ്റെ ടൈറ്റിൽ മാറ്റി അതിൻ്റെ സത്ത് പോയില്ലേ. അത് കഴിഞ്ഞ് പിന്നെ 2ാമത്തെ സോങ് എഴുതി. ഇത് രണ്ടും എഴുതിയത് എന്തിനാന്ന് വെച്ചാൽ മൈരെന്നുള്ള ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ അകത്ത് ആ തുടക്കത്തിൽ തന്നെ ഉണ്ട്, അതായത് പീരീഡായിട്ട് വയറുവേദനയോടെ യൂട്രസ് ഓവറിയൊക്കെ ഡാമേജ് ആയിട്ടിരിക്കുന്ന ഒരു സ്ത്രീ മലന്ന് കിടന്ന് കൈ ഇങ്ങനെ മോളിൽ വെച്ച് കിടന്ന് ഉറങ്ങുകയാണ്. അതിൻ്റെ മണ്ടയിൽ ഒരു കാലെടുത്ത് വെച്ചിരിക്കുകയാണ്, ഒരു തടയണ പോലെ. അങ്ങനെയാണ് ആ ഷോർട്ട് ഫിലിം തുടങ്ങുന്നത്. കാവ്യാത്മകമായിട്ടും വളരെ തീവ്രതയോടെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് പ്രേക്ഷകർക്ക് മനസ്സിലാകും. അപ്പോഴും ഇവള് ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, ഭർത്താവ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമല്ലേ, ഉറങ്ങട്ടെ. രാവിലെ ഒരു 4 മണി സമയത്ത് ഈ അപ്പോഴും കാലെടുത്ത് മാറ്റിയിട്ടില്ല. അപ്പോൾ റെഡി മൈര ഒരു ഗ്ലാസ് ചായ എടുത്തോണ്ട് പോവാ, നമ്മൾ ഭവിയെ ഒരു ഗ്ലാസ് ചായ എടുക്കുക, മീരെ ഒരു ഗ്ലാസ് ചായ എടുക്കുമെന്ന് പറയുമ്പം പ്രഭാതത്തിന് തന്നെ ഒരു ഉണർവുണ്ടാകും. ഇതിങ്ങനെ ഒരു നെഗറ്റീവ് കേട്ടോണ്ട് എത്രയോ ഭാര്യമാരുണ്ട്.
പക്ഷെ അതൊരു ജനറലൈസ് ചെയ്യപ്പെട്ടില്ലേ? എൻ്റെ ഒരു ചോദ്യം അതാണ്. എപ്പോഴും അത് ജനറലൈസ് ചെയ്യപ്പെട്ടോ എന്നൊരു സംശയം. കാര്യം ഞാൻ ഒരിക്കലും എൻ്റെ ഭാര്യയെ അങ്ങനെ വിളിച്ചിട്ടില്ല. അത് മാഷ്. പക്ഷേ ഒരുപാട് എന്താ പറയുക, എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് കണ്ണുനീരോടെ പറഞ്ഞ ഒരുപാട് സ്ത്രീകളുണ്ട്. അതായത് രാവും പകൽ ഇയാൾക്ക് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ഈ വായിൽ നിന്ന് എടുത്ത ഇതേ പറയുള്ളൂ എന്ന് പറയുന്നു. അവർക്കത് ഒട്ടും ഇഷ്ടമല്ല മാഷേ. ആ സ്ത്രീകൾക്ക്, ആ പറഞ്ഞ സ്ത്രീകൾക്ക് ആർക്കും ഇത് കേൾക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. ഓരോ സ്ത്രീക്കും ഓരോ അന്തസ്സും അഭിമാനവും ഒക്കെ ഉണ്ടല്ലോ. ഒരു സ്വാഭിമാനം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അവർ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. പോലീസുകാരൊക്കെ കൂടുതലും മാഡം മാസ്ക് ഒന്ന് മാറ്റിക്കേ, എവിടെ തമ്പാനൂരൊക്കെ ഞാൻ വന്ന് ഇറങ്ങി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് ഇറങ്ങുമ്പോൾ എവിടെയോ കണ്ടുപരിച്ച് ആ പാട്ട് എഴുതിയ ചേച്ചിയല്ലെന്ന് നമിച്ചു എന്ന് പറഞ്ഞ് അവരൊക്കെ ഭയങ്കര എന്താ പറയുക, നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയേ ചെയ്തിട്ടുള്ളൂ. അവരൊന്ന് ഈ പാട്ട് ഓർമ്മ വരും, ഇത് വിളിക്കാൻ നേരത്തെന്ന് പറയും. പിന്നെ കുറേ പേര് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ആ പദം പറയുന്നത് നിർത്തി, കാരണം ആ ഷോർട്ട് ഫിലിം കാണണം. അതിൻ്റെ അകത്തെ പാട്ടായത്. ആ ഷോർട്ട് ഫിലിമിൽ ഞാൻ സത്യസന്ധമായിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ എത്ര വേണേലും ഉപദ്രവിച്ചോളൂ, വേദനിപ്പിച്ചോളൂ, പക്ഷെ മൈരേന്ന് മാത്രം വിളിക്കല്ലേ ചേട്ടാ എന്ന് പറയും. തളർന്നു കിടക്കുന്ന ഭർത്താവിനോടുള്ള അവരുടെ അപേക്ഷയാണ്. പക്ഷെ ഇന്ന് പല സിനിമകളിലും, ഇപ്പം അടുത്തിറങ്ങിയ സിനിമകളിൽ പോലും സ്ത്രീകൾ പോലും ആ വാക്ക് ഉപയോഗിക്കുന്നതായിട്ട് പല ചലച്ചിത്ര. അത് പക്ഷെ വേറൊരു കാര്യമുണ്ട്, നേരത്തെ ഇതത്ര ഉപയോഗിക്കുന്നില്ലായിരുന്നു. എൻ്റെ പാട്ട് കഴിഞ്ഞപ്പോഴാണ് ഇതിങ്ങനെ എന്താ പറയുക, ഇപ്പൊ ആ ഒരു സ്വാസിക അതില് ചതുരാന്ന് തോന്നല്ലേ, അതില് ഞാൻ ഞെട്ടിപ്പോയി. വളരെ അതൊന്നും പ്രശ്നമല്ല ആൾക്കാർക്ക്. ഞാനൊരു പാട്ട് എഴുതി, അത് എന്താ വയലാർ എഴുതുമോ ഇങ്ങനെ, അങ്ങനെയാ ഒരുപാട് പേര് ചോദിച്ചു. കുറെ ട്രോൾ എഴുതി, പക്ഷെ പരമാവധി ട്രോളുകൾക്കൊക്കെ ഞാൻ ഉത്തരം കൊടുത്തു. പക്ഷെ എനിക്ക് അതുകൊണ്ടൊന്നും ഞാൻ തളരുന്നില്ല മാഷെ. അതാണ് എൻ്റെ എഴുത്ത് ശക്തമാണ്. എനിക്കൊരു നിലപാടുണ്ട്. ആ നിലപാടിൽ ഞാൻ എൻ്റെ മരണം വരെ ഉറച്ചു നിൽക്കും. ഞാൻ എഴുതിയതൊരു മോശമല്ല, ഒരു ബോധവൽക്കരണ ഗാനമാണ് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് എൻ്റെ തൂലിക ഞാൻ പടവാളാക്കി തന്നെയാണ് കുറെ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. അത് പറയുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം, ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ടാവും. കാര്യം ഒരുപാടല്ല, കോടിക്കണക്കിന് വിമർശനങ്ങളാണ് കൂടുതലും വന്നിട്ടുള്ളത് തന്നെയാണ് പറയാം. ഒരു പെണ്ണ് ഇങ്ങനെ പറയുന്നു, ഒരു പെണ്ണ് മൈര എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നു, അത് വെച്ചൊരു പാട്ടുണ്ടാക്കുന്നു, ആ പാട്ട് പരസ്യമായി പാടുന്നു, ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അത് ഭയങ്കരമായി വിമർശനത്തിനിടയാക്കി. ഒരുപാട് ചീത്തവിളികൾ കേട്ടിട്ടുണ്ടാവും. ഒരു പക്ഷേ സ്ത്രീ ആയതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള വിമർശനങ്ങൾ ശക്തമായി തന്നെ അനുഭവിച്ചിട്ടുണ്ടാവും. ഇത്തരം വിമർശനങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കാൻ കഴിയുന്നത്? വിമർശനം എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, ഞാൻ എഴുതുക എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അത് മാഷ് കണ്ടിട്ട് മാഷ് എന്നെ വിമർശിക്കുക എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. ട്രോള് ചെയ്യുക എന്നുള്ളത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. എഴുതുന്നത് ഒരു കലയാണ്, വിമർശിക്കുന്ന ഒരു കലയാണ്, ട്രോളും ഒരു കലയാണ്. എല്ലാവരും അവരവരുടെ ഇതിലേക്ക് പോയി. ഞാൻ ഒരിക്കലും എന്നെ ഒരാൾ തളർത്താൻ ശ്രമിച്ചാൽ, ഞാൻ എന്നോട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, പ്രിയ ഷൈൻ പാടരുത്, സ്വരം കൊള്ളില്ല. പക്ഷേ മാഷെ ഞാൻ ഒരുപാട് 19ഓളം ഗാനങ്ങൾ പാടി സംഗീത സംവിധാനം നിർവഹിച്ച് ഞാൻ അവാർഡും വാങ്ങിയിട്ടുണ്ട്. അവർ പറയുന്ന കേട്ടാൽ എനിക്ക് ഈ അവാർഡ് കിട്ടുമോ? ഇല്ലേ. നമ്മുടെ ഇപ്പം ഒരു വനത്തിൽ അല്ലെങ്കിൽ ഒരു കാട്ടിൽ കുയില് പാടും, അല്ലെങ്കിൽ പാടുന്ന ഒരുപാട് കിളികൾ കാണും. പക്ഷെ കാക്കയുടെ ശബ്ദത്തിന് ഒരു മാധുര്യമുണ്ട്. ആ കാക്കയും കരഞ്ഞാലേ ആ ഒരു അതിൻ്റെ ആ ഒരു കാട് പൂർണ്ണതയിൽ എത്തുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ശബ്ദം കൊള്ളില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ഏറ്റുവാങ്ങി ഒരുപാട് ആൾക്കാർ നമ്മുടെ മലയാളത്തിൽ തന്നെയുണ്ട്. അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിജയിക്കും. ഇപ്പൊ എന്നോട് ദാസേട്ടൻ തന്നെയാ പറഞ്ഞത്. പണ്ടേ എബ്രഹാം കൈപ്പിമ്പിളാക്കൽ അച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട്, അനാഥർക്ക് സനാഥത്വം ഏകുന്ന അച്ഛൻ. ഞാൻ ആദ്യം അച്ഛനെ കുറിച്ചാണ് എഴുതി തുടങ്ങിയത്. അപ്പൊ അച്ഛനെ കുറിച്ച് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി ഒരു CD ആക്കിയായിരുന്നു, ദൈവദൂതൻ എന്നും പറഞ്ഞ്. 101ാമത്തെ വയസ്സിൽ അദ്ദേഹം കാര്യം ചെയ്യുന്നു. അപ്പൊ അന്നേരം ഒരുപാട് ക്രൈസ്തവര്, പാലായാണല്ലോ, ക്രൈസ്തവര് കൂട്ടത്തോടെയുള്ള അറ്റാക്കായിരുന്നു. ഒരു ഈഴവ സ്ത്രീ എന്തുകൊണ്ട് അച്ഛനെ കുറിച്ച് എഴുതാൻ, നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? അതായിരുന്നു അവരുടെ ഫസ്റ്റ് ചോദ്യം. ഒരു സഭ പോലെ വന്നിരുന്നിട്ടാണ് എന്നെ ക്രൂശിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ 10 മാസം ചുമന്ന് നൊന്ത് എന്നെ അമ്മ പ്രസവിച്ചത്, സിസേറിയൻ അല്ല, ആ ഒരൊറ്റ കാരണം മതി എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ അങ്ങ് കൈകൊട്ടി ചിരിച്ചിട്ട് പറഞ്ഞു, നീ മിടുക്കിയ, എഴുതിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് ഒരുപാട് റെഫറൊക്കെ ചെയ്തിട്ട് അച്ഛനെക്കുറിച്ച്, അച്ഛൻ്റെ ജീവിതമാണ്, ഓരോ അനാഥ മന്ദിരങ്ങളും പോയി തയ്യാറാക്കി. അപ്പോൾ അവർ ചോദിച്ചു, ഈ സ്ക്രിപ്റ്റ് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മലബാർ കണ്ണൂരൊക്കെ പോയിരുന്നാ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്, അനാഥ മന്ദിരം കാണാതെ എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ വന്നോ, വണ്ടിയായിട്ട് വന്നു കണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വന്നില്ല. അപ്പോൾ അതിലുണ്ടായിരുന്നു അച്ഛനെക്കുറിച്ച് എഴുതിയ ആലംബഹീനർക്ക് ആശ്വാസമേകാനായി മണ്ണിൽ പിറന്ന ഒരു ദൈവപുത്ര എന്നും പറഞ്ഞ പാട്ട്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പാട്ട് സംഗീത സംവിധാനത്തിനൊക്കെ ഭയങ്കര തുകയാണ് പറഞ്ഞത്. അപ്പം ഞാൻ തന്നെ അത് പാടി ആലപിച്ചു. അത് ആ CD-യിലുണ്ട്, ദൈവദൂതൻ CD-യിൽ.
അപ്പം ദാസേട്ടന് ഇത് കൈ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ദാസേട്ടാ ഇതിൽ ഞാൻ പാടിയ എന്താ പറയുക അത്ര കണ്ടശുദ്ധി ഇല്ലാത്ത സ്വരത്തിൽ പാടിയ ഒരു ഗാനമാണ്. അപ്പോൾ പലരും ആര് പറഞ്ഞു അങ്ങനെയെന്ന് ചോദിച്ചു. അത് അതിൻ്റെ ഫോട്ടോ ഒക്കെ വീട്ടിലിരിപ്പുണ്ട്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ എല്ലാവരും പറഞ്ഞ പാട്ട് പാടരുതെന്ന് പറഞ്ഞു. എന്നെക്കൊണ്ട് അനേകായിരം പാട്ടുകൾ പാടാൻ പറ്റും, 2 വരി എഴുതാനോ സംവിധാനം ചെയ്യാനോ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഇത് 3 നിനക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ നീ ഒരിക്കലും പുറകോട്ട് പോകരുത്, മുന്നോട്ട് പോകാൻ അദ്ദേഹമാണ് എനിക്ക് ധൈര്യം തന്നത്. വലിയ ഒരാളാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഗാനഗന്ധർവൻ എന്ന നമ്മള് എന്താ പറയാ, ഉറങ്ങാനും ഉണരാനും അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കുന്ന മലയാളികളാണ് എല്ലാവരും. ലോകത്തുള്ള ഏത് മലയാളിയും അത്തരം ഒരാളിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്കുകൾ കേൾക്കുന്നതിന് വലിയൊരു കാര്യം തന്നെയാണ്. അന്ന് ഈ സ്ക്രീനിൽ ഇത് അച്ഛൻ്റെ ഇത് പ്രദർശിപ്പിച്ചപ്പോഴും ദാസേട്ടൻ ഈ CD കൊടുക്കാനോ അല്ലെങ്കിൽ ദാസേട്ടന് മുമ്പിൽ പ്രിയ ഷൈൻ എന്ന് പറയുന്ന ഒരു ഹിന്ദു ആ ഒരു സ്ത്രീയാണ് എഴുതിയതെന്നുള്ള ആ ഒരു വിവേചനം എനിക്ക് അവിടെ ഒരുപാട് അനുഭവപ്പെട്ടു. അതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട്, അത് പകയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ ശക്തമായി ഹസ്ബൻഡും ഞാനും കൂടെ കയറി ചെന്നിട്ട് ദാസേട്ടന് കൊടുത്തിട്ട് ഇതാ ഞാനാണ് എഴുതിയത്, ഞാനാണ് പാടിയെന്ന് പറയായിരുന്നു. അങ്ങനെ വരെ നമ്മളെ ജാതിപരമായിട്ടും ഒരു സ്ത്രീ എന്ന നിലയിലും ഒക്കെ എനിക്ക് ഒരുപാട് വിമർശനങ്ങൾ, ഒരുപാട് അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ മറ്റൊരു കാര്യം കൂടി, ഈ പാട്ടിലേക്ക് വരാം. മയിര് പാട്ടിലേക്ക് വരുമ്പോൾ, ഈ മയിര് പാട്ട് എഴുതിയ സമയത്ത് മകനുണ്ട്, ഭർത്താവുണ്ട്, അച്ഛനുണ്ട്, ഇവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അധികം എന്നെ സപ്പോർട്ടല്ല, അവരത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് വിമർശിക്കാതെ നല്ലതായിട്ട് അവർക്ക് നല്ല സെൻസിൽ തന്നെ എടുത്തത് ഷൈൻ ചേട്ടനും മോനുമാണ്. അതാണ് എനിക്ക് ഏറ്റവും ആദ്യം കിട്ടിയ സപ്പോർട്ട്. അവർ പറഞ്ഞു ഭഗവാൻ ഇനി ഞങ്ങൾക്ക് വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല, അങ്ങനെ തമാശ രീതിയിൽ പറഞ്ഞു. പക്ഷെ അച്ഛനെ കാണിക്കാൻ എനിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു. ഇതെല്ലാം റെഡിയായി, പാട്ട് റെഡിയായി, പ്രത്യേകിച്ച് അച്ഛൻ കർക്കശ സ്വഭാവമാണ്, അറിയാലോ. ഒരു ഡോക്ടറുടെ മകനാണ്, പട്ടാള ചിട്ടയിലാണ് ഞങ്ങളെ വളർത്തിയിരിക്കുന്നത്. അപ്പോൾ അച്ഛാ ഇങ്ങനെ ഒരു പാട്ടുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ അത് ഒന്ന് കേട്ടു, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കത്തിക്കാളുന്ന കനലുകളോടെ വഴക്ക് പറയുമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അമ്മയ്ക്കും പേടിയുണ്ടായിരുന്നു. 2ാമതും കേട്ടു, ഒരു പ്രാവശ്യം കൂടെ പ്ലേ ചെയ്യാൻ പറഞ്ഞു. 3ാമതും കേട്ടു. നല്ല രസികൻ ആശയമാണെന്ന് അച്ഛൻ പറഞ്ഞത്. യഥാർത്ഥ കലാകാരനായതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ പറയാൻ പറ്റിയത്, ഇല്ലേ? അല്ലെങ്കിൽ ഒരിക്കലും അത്ര ഏജുള്ള ഒരാൾ ഇത് കണ്ടു ഇത് എന്ത് പാട്ടാണ് എന്ന് ഇല്ലേ? അതുപോലെ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മാഷ് അറിയാലോ, നിന്നെ കാണാൻ എന്നെക്കാളും ചന്ദ്ര, ആ മഹാകവി. അദ്ദേഹം ഈ പാട്ട് പാടിയത് ഞാനാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പൂജയ്ക്ക് വന്നതാണ്. എൻ്റെ തന്നെ ഇതിൻ്റെ ഒരു പൂജയ്ക്ക് അദ്ദേഹത്തെ വിളിച്ചത്. അപ്പം എവിടെയോ കണ്ട് മുഖപരിചയം ഉണ്ടല്ലോ, അദ്ദേഹം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു വഴക്ക് പറയരുത്, ഞാനാണ് മാഷെ മയിരെന്നുള്ള പാട്ട് എഴുതി. അപ്പോഴേ കൈ കുടഞ്ഞിട്ട് ആ കൈയോടുകൂടി കൂപ്പിയിട്ട് ഫുഡ് കഴിക്കാതെ കൈ കഴുകിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട് തൊട്ടടുത്ത് അവിടെ കൊണ്ടുപോയി ഭാര്യയെ മോളെയും കാണിച്ചു. ഇതാണ് ആ ലേഡി എന്ന് പറഞ്ഞ് അതെനിക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ്. പിന്നെ പ്രൊഫസർ MK സാനു സാറ് ആർട്ടിക്കിൾ സിനിമയുടെ മൂവി കാണാനായിട്ട് വന്നപ്പോൾ ഈ പാട്ട് ഞാൻ ഒന്നും അറിയത്തില്ല, അദ്ദേഹത്തിന് വേറെ ഒരു വിമർശനങ്ങളൊന്നും അറിയത്തില്ല. ഈ പാട്ടൊന്ന് കേട്ടിട്ട് മാഷിൻ്റെ മനസ്സിൽ എന്താ തോന്നിയെന്ന് പറയും. വളരെ നല്ല ആശയമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ വിവരവും വിദ്യാഭ്യാസവും പിന്നെന്താ പറയുക കലാകാരും ആയിട്ടുള്ളവരാരും വിമർശിച്ചിട്ടില്ല. എനിക്ക് അതാണ് മാഷെ വേണ്ടത്. അല്ലാതെ നമ്മളെന്താ പറയാ, ഒരുപാട് പേര് പലതും പറയും, ഇല്ലേ? പല അഭിപ്രായങ്ങളും പറയും. എനിക്ക് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് ഞാൻ ചെയ്യുകയും എൻ്റെ സ്വന്തം ശക്തമായ നിലപാടിൽ ഉറച്ചു തന്നെ നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ പറയും, ഇതൊരു തെറിപ്പാട്ടല്ല, ബോധവൽക്കരണ ഗാനമാണ്. മയിരെന്ന് വിളിക്കല്ലേ ചേട്ടാ, എന്റെ കരണത്തിനടിക്കല്ലേ ചേട്ടാ, തെറിയൊന്നും പറയല്ലേ ചേട്ടാ, എന്നെ വഴക്കൊന്നും പറയല്ലേ ചേട്ടാ, എരിവില്ല ഉപ്പില്ല ടേസ്റ്റില്ല ഇതെന്തോന്ന് കറിയാടി, പുളി കൂടി കറിയുടെ ചാറിനു നിറമില്ല മണമില്ല എന്നും പറഞ്ഞെൻ്റെ അച്ഛനും അമ്മയ്ക്കും വിളിക്കല്ലേ ചേട്ടാ, മയിരെന്നു വിളിക്കല്ലേ ചേട്ടാ, എൻ്റെ കരണത്തിനടിക്കല്ലേ ചേട്ടാ.